നമസ്കാരം. നാൻപെറ്റ മകനെ എന്ന അഭിമന്യുവിൻ്റെ അമ്മയുടെ രോദനം അതെന്നും കാതിൽ മുഴങ്ങുന്നു എന്ന് അനിൽ നമ്പ്യാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. വട്ടവളയുടെ വീട്ടിലായിരുന്ന അഭിമന്യുവിനെ എറണാകുളം മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ കൊലക്കത്തിക്ക് ഇട്ടുകൊടുത്തത് എന്നുള്ളതാണ്. തുടക്കം മുതൽ അന്വേഷണത്തിൽ പാളിച്ചകളായിരുന്നു എന്നും പറയപ്പെടുന്നു. ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകം. ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടിയാണോ അഭിമന്യു മുദ്രാവാക്യം വിളിച്ചത്, അവർ തന്നെ അവനെ ചതിയിൽപ്പെടുത്തി എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് കേസിൻ്റെ നാൾവഴികൾ, രേഖകൾ. ഇപ്പോൾ ആ രേഖകൾ കാണാതായ സംഭവം തെളിയിക്കുന്നതും അതുതന്നെയാണ്. ഇത്രയും പ്രമാദമായ കേസിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ആരാണ്? അഭിമന്യുവിനോട് തരുമ്പും സ്നേഹമുണ്ടെങ്കിൽ ഇത്ര ഉദാസീനമായാണോ കേസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത്? അഭിമന്യുവിനെ കുത്തിയവനെ പോലും പിടിക്കാനാവാത്ത കേരള പോലീസ്, ആ കേരള പോലീസിനുള്ളിൽ അവൻ മാസങ്ങൾക്ക് ശേഷം ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പോലീസിന് മുന്നിൽ ഹാജരാവുകയായിരുന്നു. കൂടപ്പിറപ്പിനെ പോലുള്ള ഒരുവൻ്റെ നെഞ്ചിൽ കഠാര കുത്തി ഇറക്കിയിട്ടും ഈ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ, അതിവേഗ കോടതിയിൽ അല്ലെങ്കിൽ അതിവേഗ വിചാരണയ്ക്ക് വിധേയമാക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ അനായാസം ഇത് സാധിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദിക്കും. ഇവന്മാർക്കൊക്കെ രക്തസാക്ഷികളെ മാത്രം സൃഷ്ടിച്ചാൽ മതി എന്നുള്ളതാണ്. വീട് വെച്ച് കൊടുക്കാൻ കോടികൾ പിരിക്കുന്നു, ബക്കറ്റിൽ വന്ന് വീണതെല്ലാം ഇഷ്ടികയും കമ്പിയും സിമൻറ്റുമായി മാറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേട്ടോ. ഇപ്പോഴിതാ കൊന്നവനെ രക്ഷിക്കാൻ കേസ് രേഖകൾ പോലും അടിച്ചു മാറ്റുന്നിടത്തേക്ക് കാര്യങ്ങൾ ചെല്ലുന്നു. അഭിമന്യുവിൻ്റെ ഘാതകരെ സംഘടനയിൽ ഉൾപ്പെടുത്തി സമരസപ്പെട്ട് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒപ്പം തന്നെ സോഷ്യലിസവും താലിബാനസത്തിന് പൂർണ്ണമായും അടിയറ വെച്ച കുട്ടി സഖാക്കൾക്ക് അഭിവാദ്യം പറയാതിരിക്കാൻ കഴിയില്ല എന്ന് നമ്പ്യാർ പറഞ്ഞു നിർത്തുന്നുണ്ട് ആ പോസ്റ്റിൽ. സത്യത്തിൽ ഈ മഹാരാജാസിലെ വിദ്യാർത്ഥി അഭിമന്യുവിനെക്കുറിച്ച് പറയുമ്പോൾ രോദനമാണ്, വേദനയാണ്. ആ വിദ്യാർത്ഥി അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ ഈ പ്രതികളുടെ വിചാരണ അത് തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ കുറ്റപത്രം അടക്കമുള്ള രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കാണാതായതിനെതിരെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണ്, ആ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അഭിമന്യുവിൻ്റെ സഹോദരനടക്കം പരിചിത്തടക്കം ആവശ്യപ്പെടുകയാണ്. ഒരു കുടുംബം മുഴുക്ക വേദനയോടുകൂടി നിൽക്കുകയാണ്. രേഖകൾ കാണാതായത് ഞെട്ടലോടെയാണ് കുടുംബം കേട്ടിരിക്കുന്നത്. കേരളവും വിശ്വാസവും പ്രതീക്ഷയുമുള്ള കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായത് നിസ്സാരമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം. അതിൻ്റെ അത്യാവശ്യകത വലുതാണ്. അഭിമന്യുവിൻ്റെ സഹോദരനടക്കം പരിചിത്തടക്കം ആ കുടുംബമടക്കം പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. അവർക്കതാണ് ആവശ്യം. അതേസമയം സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് SFI നേതൃത്വമാണ്. അഭിമന്യു കേസ് രേഖകൾ കാണാതായ സംഭവം കോടതിയിൽ നിന്നാണ് എന്ന് മന്ത്രി P. രാജീവ് വ്യക്തമാക്കുന്നു. കോടതിയിൽ നിന്നാണ് കാണാതായിരിക്കുന്നത് എന്നുള്ളത് കാര്യത്തിൽ വസ്തുതയുണ്ട്. ആ കോടതിയിൽ നിന്ന് കാണാതായിരിക്കുന്നതെന്ന് ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടതെന്ന് മന്ത്രി പറയുകയാണ്. നമുക്ക് മുമ്പിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. ആ അന്വേഷണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ അനുഭവ സാക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് പറയട്ടെ, കേസ് എങ്ങുമെത്തില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞുപോയ ഡിസംബറിൽ തന്നെ സെഷൻസ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ കൃത്യമായി അറിയിച്ചിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. അഭിമന്യുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒപ്പം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴികൾ, അതിനോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന പരിക്കേറ്റ അർജുൻ്റെ മെഡിക്കൽ രേഖകൾ തുടങ്ങി സുപ്രധാനമായിട്ടുള്ള രേഖകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വിഷയം ഇപ്പോൾ ഈ മാസം 18-ാം തീയതി കോടതി വീണ്ടും പരിഗണിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യമാണ്. 2018 ജൂലൈ മാസം 2-ന് പുലർച്ചെയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിനുള്ളിൽ, ആ ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെട്ടത് എന്നുള്ളത് കേരളം വേദനയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. ചുമരെഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് SFI ഒപ്പം തന്നെ ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്ന് അഭിമന്യുവിന് കുത്തേൽക്കുന്നു. ആ കുത്തേൽക്കലിലാണ് അദ്ദേഹം മരിച്ചത്.
കോളേജിലെ പ്രവേശനോത്സവത്തിന് തലേന്നായിരുന്നു ആക്രമണം നടന്നത്. 26 പ്രതികളും 125 സാക്ഷികളുമാണ് അതിൽ ആ കേസിലുള്ളത് എന്നുള്ളതാണ്. ഈ സഹൽ ഹംസയാണ് അഭിമന്യുവിനെ അന്ന് കുത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൽ കാരണമായി രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കൊലക്കേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലഹരണപ്പെട്ടു പോകുന്ന, ഇത്രയും കാലവിളംബം സംഭവിക്കുന്ന കേസുകളായി മാറുന്നത് എന്തുകൊണ്ടാണ്? നിരോധിത സംഘടനകൾ ക്യാമ്പസുകളിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നൊരു പ്രവണത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ തന്നെ കോടതികളിലേക്ക് എത്തപ്പെടുന്ന രേഖകൾ കാണാതാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ കേട്ടുകേൾവിയാണ്, നടാളയാണ്, ആദ്യമായി കേൾക്കുന്നത് പോലും. കാരണം കോടതികളിലേക്ക് എത്തപ്പെടുന്ന പല രേഖകളും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നീതി ലഭിക്കുന്നത് എങ്ങനെയാണ്? അഭിമന്യുവിന് നീതി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ്. കാരണം അവരുടെ കുടുംബം ഇതിന് പുറകിൽ സഞ്ചരിക്കുന്നുണ്ട് കഴിഞ്ഞ 6 വർഷമായി. 2018 നടന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ കുടുംബത്തിൻ്റെ കണ്ണീരുണങ്ങിയിട്ടില്ല. പിന്നെയാണോ ഈ 2024 നടക്കുന്ന സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് വരുന്ന ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം? നിയമത്തിന് മുന്നിലേക്ക് എത്തപ്പെടുന്നവർ വളരെ കൃത്യമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യം അഭിമന്യുവിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നാളെ സിദ്ധാർത്ഥൻ്റെ വിഷയങ്ങളിലും ഉണ്ടാകും. അഭിമന്യുവിനെ കൊന്നവർ വളരെ കൃത്യമായി സുരക്ഷിതരായി കോടതിയുടെ പടിയിറങ്ങി അവർ രക്ഷപ്പെടുമ്പോൾ, സിദ്ധാർത്ഥനെ കൊന്നവരും കൊല്ലിപ്പിച്ചവരുമടക്കം വളരെ കൃത്യമായി കോടതിയുടെയും നിയമത്തിൻ്റെയും വഴിയിലൂടെ മുന്നോട്ട് പോവുകയും കൃത്യമായി രക്ഷപ്പെടുകയും ചെയ്യും. കാരണം പഴുതുകൾ അടച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ആർക്കു വേണ്ടിയിട്ടുള്ള പഴുതുകൾ? പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പഴുതുകൾ അടച്ചുകൊണ്ട് തന്നെയായിരിക്കും പോലീസ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിനുള്ള അവസാനം എത്തുമ്പോൾ രക്ഷപ്പെടാൻ പോകുന്നത് പ്രതികളായിരിക്കും. SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് അവസാനമായ SFIയുടെ രക്തസാക്ഷിയാകപ്പെട്ട അഭിമന്യുവും SFIയിൽ ചേർന്നില്ല എന്ന് പറഞ്ഞ് SFIയുടെ പ്രവർത്തകർ കൊലയ്ക്ക് വിട്ടുകൊടുത്ത സിദ്ധാർത്ഥനുമൊക്കെ ചോദ്യചിഹ്നമായി കേരളത്തിന് മുന്നിൽ, കേരള മനസാക്ഷിയുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത.